ഡോക്ടർ പി കെ ഗോപൻ, എന്താണ് എൽ ഡി എഫ് അന്ന് പറഞ്ഞതും ഇന്ന് യു ഡി എഫ് ചെയ്യുന്നതുമായ ഇതിലെ വൈരുദ്ധ്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എൽ ഡി എഫിന് രാഷ്ട്രീയമായി തുറന്നു കാട്ടാനുള്ളത്? അജിംഷ, എനിക്ക് ഇതിൽ ശ്രീ റെജിയുടെ ഊഴം വരുമ്പോൾ അറിയേണ്ടുന്ന ഒരു കാര്യം, PMC എന്ന പദ്ധതിയോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ്? അതായത് ഇന്ത്യ രാജ്യത്ത് PMC നടപ്പിലാക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ PMC എന്ന പദ്ധതി കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായ പദ്ധതിയാണോ പ്രതികൂലമായ പദ്ധതിയാണോ? അദ്ദേഹത്തിന്റെ ഊഴം വരും പറഞ്ഞാൽ മതി. ഞാനത് തുടക്കത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഒരു തുടർച്ചയാണ്, നടപ്പാക്കിയേ പറ്റൂ എന്ന വാദമാണ്. ഞാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ രാജ്യത്ത് PMC പദ്ധതി നടപ്പിലാക്കുന്നതിനോട് കോൺഗ്രസിന്റെ നിലപാട്, AICCയുടെ നിലപാട് എനിക്കറിയേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് PMCയുടെ കാര്യത്തിൽ? ആ നിലപാട് അവർ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി PMC ഒപ്പിടുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായ രാജസ്ഥാനിലാണ് ആദ്യമായി ഒരു പ്രതിപക്ഷ സർക്കാർ ഒപ്പിടുന്നത്. ബാക്കി BJP സർക്കാർ ഒപ്പിട്ടു. അതിനുശേഷം ഇന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും PMC നടപ്പിലാക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എവിടാ തർക്കം? കർണാടകത്തിൽ നിന്ന് മാറ്റണോ? തെലങ്കാനയിൽ നിന്ന് മാറ്റണോ? രാജസ്ഥാൻ BJP ഇപ്പൊ ഭരിക്കുന്നത്. ഹിമാചലിൽ നിന്ന് മാറ്റണോ? എവിടുന്നാ PMC മാറ്റേണ്ടത്? കോൺഗ്രസിന്റെ നിലപാടാണ് സർ ഇത്. ലീഗിന്റെ ആളുകൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ നിലപാട് PMC വേണമെന്ന് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ കോൺഗ്രസ് ഈ നിലപാട് ദേശീയ അടിസ്ഥാനത്തിൽ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് PMCയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടപ്പോ ഉയർത്തിയ ആക്ഷേപം, നമ്മൾ ഇപ്പോഴതാണല്ലോ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ മൂല്യവത്തായ കാര്യം. ആ ആക്ഷേപം പിണറായി വിജയൻ, അത് ചെറിയ ആളുകളൊന്നുമല്ല ഉന്നയിച്ചത്, അത് KC വേണുഗോപാൽ തന്നെയാണ് ഉന്നയിച്ചത്. VD സതീശൻ കൂടാതെ അവരുടെ ദേശീയ നേതാവ് ഉന്നയിച്ചു. അതായത് രാജസ്ഥാനിലെ ചുമതലയുള്ള ആൾ കൂടിയാണ് KC വേണുഗോപാൽ അന്ന്. കാരണം അന്ന് അദ്ദേഹം അവിടുത്തെ പാർലമെന്റ് മെമ്പറാണ്. അത് BJP കൊടുത്തിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. കേരള രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കാൻ വേണ്ടി BJPക്ക് കൊടുത്തിട്ട് വന്ന ആളാണ്. അദ്ദേഹം നേതൃത്വം കൊടുത്ത രാജസ്ഥാൻ ഗവൺമെന്റ് ഒപ്പിട്ടിട്ട് ഇവിടെ വന്ന് പറയുകയാണ് പിണറായിക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് ചില സംരക്ഷണം കിട്ടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തടി രക്ഷിക്കാൻ, ഇതാണ് ഉപയോഗിച്ച വാചകം, പിണറായിയുടെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിണറായി പോയി അമിത്ഷായെ കണ്ടു, നിർമ്മല സീതാറാമിനെ കണ്ടു, ധർമ്മേന്ദ്രനെ കണ്ടു, പിന്നെ നരേന്ദ്രമോദിയെ കണ്ടിട്ട് വന്നിട്ടാണ് രഹസ്യമായി CPI അറിയിക്കാതെ ഇത് ഒപ്പിട്ടത്. അതിനുശേഷമാണ് ലീഗിന്റെ നേതാക്കൾ ഇത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ RSSന്റെ ഡീലുമായി ബന്ധപ്പെടുത്തി LDFനെതിരായിട്ട് വകഞ്ഞു മാറ്റുന്നതിന്റെ ഭാഗമായി കനകോലുവിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ PMC എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് അവ്യക്തമായിരുന്ന ഒരു പദ്ധതിയാണത്. 2020 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി തുടങ്ങിയിട്ടും 3 കൊല്ലമായി നമ്മൾ ചെറുത്ത് നിന്നിട്ടും, അതായത് 3 കൊല്ലം 3 പ്രാവശ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾ ഇത് സമ്മതിക്കില്ല, ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇതാ, ഇതിന്റെ പേരിൽ ഞങ്ങളുടെ പൈസ തടഞ്ഞു വെക്കരുത് എന്ന് പറയുമ്പോഴെല്ലാം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കണക്ക് കൊടുക്കാത്തോണ്ടാ കാശ് തരാത്ത, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടല്ല എന്നൊരു തിയറി ഉണ്ടാക്കി. നിങ്ങൾ കണക്ക് കൊടുത്താൽ മാത്രം മതി, അവർക്ക് കാശ് തരും. എന്നിട്ട് നമ്മൾ പാർലമെന്റിന് മുമ്പിൽ സമരത്തിന് പോയി പൈസ കിട്ടാൻ വേണ്ടി ആ സമരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചു, പുച്ഛിച്ച് സംസാരിച്ചു. BJPക്കെതിരായിട്ടൊരു വാദമില്ല. എന്നിട്ട് നമ്മൾ SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ചപ്പോ, SSKയുടെ ഫണ്ട് തടയുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇരുന്ന ആളാണ്. SSKയുടെ ഫണ്ട് തടയുക എന്ന് പറഞ്ഞാൽ BRC ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പിന്നെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്ത് വരും. 40% തുക നമ്മുടേതും 60% അവരുടേതുമാണ്. പൈസ തരുന്നില്ല, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. BRC അധ്യാപകർ വിഷമത്തിലായി. ഡെപ്യൂട്ടേഷൻഷിപ്പ് പോയ BRC അധ്യാപകരുണ്ട്. സർക്കാർ സ്കൂളിൽ കൃത്യമായി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവരാണ്. അവർ ഡെപ്യൂട്ടേഷൻഷിപ്പ് പോയി, അവർക്ക് സാലറി കിട്ടുന്നില്ല. ആ പ്രതിസന്ധി വന്നപ്പോ SSKയുടെ ഫണ്ട് തരില്ല എന്ന പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ധാരണാപത്രത്തിന്റെ പുറകിൽ പോയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ RSS ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെന്റ് തുടർച്ചയാണെന്ന് രജി ഇവിടെ വലിയ തോതിൽ അവകാശപ്പെട്ടു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ RSS ഡീലിൽ നിന്ന് മാറിയിട്ടാണോ
നിങ്ങൾ അത് തുടരാൻ തീരുമാനിക്കുന്നത്? അപ്പൊ ഇവർ ചോദിക്കുകയാണ്, അവരെന്ത് ചെയ്തു എന്നുള്ളത് അതിനകത്ത്. അവർ കരാർ ഒപ്പിട്ടോ? ഇല്ല. അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേന്ദ്ര സർക്കാർ 100 കോടി രൂപ കേരളത്തിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി നീക്കിവെച്ചു. അവർ പ്രോജക്റ്റ് അംഗീകരിച്ചു, പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് നമ്മൾ 50 ഏക്കർ സ്ഥലം എടുത്തു കൊടുക്കണം. ഈ 50 ഏക്കർ സ്ഥലം എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ പദ്ധതി എന്തെങ്കിലും നടപ്പിലാവുമോ? നടപ്പിലാവത്തേ ഇല്ല. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്താ? ഈ 50 ഏക്കർ ഭൂമി എടുത്തു കൊടുക്കണം. അതുപോലെ PMC നടപ്പിലാകണമെങ്കിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് അതെ, ധാരണാപത്രത്തിലുണ്ട്. അതങ്ങ് മാത്രമല്ല, ധാരണാപത്രത്തിൽ ഇല്ലെങ്കിലും ശരി, PMCയുടെ അടിസ്ഥാന കാര്യം നടപ്പിലാക്കാൻ സ്കൂൾ വേണ്ടേ? ആ അബ്ദുൽ വഹാബ് ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രിയുടെ ഉത്തരത്തിലുണ്ട്, ജബി മേത്തർക്ക് കൊടുത്ത ഉത്തരത്തിലും ഇതുണ്ട്. താങ്കൾ ഈ പറഞ്ഞത് അതിലെനിക്കൊരു പരാതിയുണ്ട് അജിം ഷായോട് കേട്ടോ. ഈ അജിം ഷാ ആണോ ജബി മേത്തർക്കും ഈ അബ്ദുൽ വഹാബ് എംപിക്കും ചോദ്യം ചോദിക്കാൻ എഴുതി കൊടുത്തെന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ 2 മറുപടിയും വന്നത് കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേന്ദ്രം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് VD സതീശൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ PMCയുടെ ഫണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ജബി മേത്തറുടെ ചോദ്യം PMCയുടെ ഫണ്ടിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറഞ്ഞു 99.27 കോടി രൂപ കൊടുത്തത് SSK ഫണ്ടാണ്. അത് അഡ്ജസ്റ്റ്മെന്റ് ഫണ്ടാ, നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, അഡ്ജസ്റ്റ്മെന്റ് ഫണ്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞതിന് കേന്ദ്രം തന്നെ അവർക്ക് മറുപടി കൊടുത്തു. ജബി മേത്തർ തന്നെ ചോദിച്ചു. ഇനി VD സതീശന് ജബി മേത്തറോട് ദേഷ്യം അതിന്റെ പേര് തോന്നുന്നു അറിയാൻ വയ്യ. ദാ വന്നിരിക്കുന്നു അടുത്ത ദിവസം അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്ന എന്താ? നിങ്ങൾ ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് തരാനുള്ള ഫണ്ട് തടയത്തില്ലെന്ന് ആദ്യമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനല്ല. ഇതുവരെ പറഞ്ഞ് നടപ്പിലാക്കിയില്ലെങ്കിൽ കാശ് തരില്ല. ഇപ്പൊ പറഞ്ഞു നടപ്പിലാക്കിയില്ലെങ്കിലും തരാനുള്ളതങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അതായത് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ രണ്ടും, ഇവരുടെ ചോദ്യം രണ്ടും യഥാർത്ഥത്തിൽ UDFന്റെ പ്രചാരണങ്ങൾക്കെതിരായിട്ടാണ് വന്നേ. ഇനി ഒരു വിഷയം കൂടെ ഞാൻ പറയുന്നുള്ളൂ, സമയത്തിന്റെ പ്രശ്നം വരുമല്ലോ. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങൾ യഥാർത്ഥത്തിൽ UDFകാര് ഇത്രയും പരിഹാസ്യമോ, ശത്രുക്കൾക്ക് പോലും ഗതി വരുത്തരുതെന്ന് നിങ്ങളെ നോക്കി ഞങ്ങൾ പറയാ. അദ്ദേഹം പറയാ UDF കൺവീനർ അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. UDFനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പത്രത്തിന്റെ ക്യാബിനറ്റ് റാങ്ക് പദവിക്കായി കക്ഷികൾ പരിഗണിക്കാമെന്ന നേതൃത്വം എന്ന ഹെഡിങ്ങിൽ 4 കോളത്തിൽ വന്ന വാർത്തയിൽ 3ാം കോളത്തിൽ 2ാമത്തെ പാരഗ്രാഫിൽ PMC കാര്യത്തിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗപ്രദമാക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിനെ ആരും എതിർത്തില്ല. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നുകിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പച്ച നുണ പറയുന്നു, അല്ലെങ്കിൽ ലീഗിന്റെ പ്രതിനിധികൾ അവിടെ പങ്കെടുത്തില്ല. അപ്പൊ ലീഗിന്റെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. MSFകാർക്ക് ഇനി പിന്മാറാൻ പറ്റുന്നില്ല. MSFനെ പൊടിയിടാൻ വേണ്ടി കേരളത്തിലെ മൈനോറിറ്റിയെ എന്തു പറഞ്ഞാണോ LDFനെതിരായിട്ട് അണിനിരത്തിയത്, അതിന്റെ മുമ്പിൽ മറുപടി പറയാനില്ലാത്തത് കൊണ്ട് പൊത്തി പോകട്ടെ എന്ന് കരുതി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് UDF ഇതിൽ ഉറച്ചു തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കേരളത്തിൽ മാത്രമായിട്ട് കോൺഗ്രസിന്റെ നയം മാറ്റാൻ പറ്റില്ല. എല്ലാ സ്റ്റേറ്റിലും അവർ PMC ഒപ്പിട്ടിരിക്കുകയാണ്. നമ്മളന്ന് അതുപോലെ താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നത് പോലെ തത്തുല്യമായി താങ്കൾ ഉദാഹരിച്ചത് ഈ സ്കൂളുകൾ സെലക്ട് ചെയ്ത് നൽകണം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ താങ്കൾ പറഞ്ഞു വന്നത്. അതെ, സ്കൂളുകൾ സെലക്ട് ചെയ്ത് നൽകണം. അതോടൊപ്പം തന്നെ ഏതാണ്ട് 6-7 മാസത്തെ പ്രക്രിയയാണ് ശ്രീ അജിം ഷാ ഇത് ചെയ്യണമെങ്കിൽ. ഇതിനകത്ത് ചലഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് ഈ തീരെ ദുർബലമായ സ്കൂളുകളെ ഇതിൽ തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതിൽ ശേഷിയുള്ള സ്കൂളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇവരുടെ മാനദണ്ഡം അനുസരിച്ച്, ആ മാനദണ്ഡമൊക്കെ വലിയ തമാശയാ. ആൺകുട്ടികൾക്ക് പ്രത്യേക ടോയ്ലറ്റ്, പെൺകുട്ടികൾക്ക് പ്രത്യേക ടോയ്ലറ്റ്, ഇതൊക്കെയാണ് PMC വരാൻ പോകുന്നത്. കേരളത്തിൽ ഏത് സ്കൂളിലാ ശ്രീ റെജി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് ഇല്ലാത്തത്? കേരളത്തിൽ ഇതിന്റെ പൈസ വേണ്ട. ഇത് 270 കോടി രൂപ മാത്രമാണ് PMCക്ക് ഉള്ളത്. ഇതിന്റെ പൈസ വേണ്ട, മറിച്ച് നമുക്ക് തരാനുള്ള മറ്റു പൈസ തന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, PMC ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുപോലും കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, അങ്ങ് ഒരു പെശ കൂടി ഇവിടെ പറഞ്ഞു. അത് LDF ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ല. 2025 നമ്മൾ ഇതിന് 2025 നവംബറിൽ തന്നെ ഇത് ഒപ്പിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട്
കേന്ദ്രമന്ത്രിക്ക് നമ്മൾ ഇവിടുന്ന് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിനകത്ത് ഇത് തുടരാൻ നമുക്ക് താല്പര്യമില്ലെന്നും ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപസമിതിയെ നിയോഗിച്ചു. ഇപ്പൊ അവർ ഉപസമിതിയെ നിയോഗിച്ച എന്തിനാ UDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് സ്കൂളുകൾ സെലക്ട് ചെയ്യാൻ ഉപസമിതി വെച്ചിരിക്കുന്നത്. UDF കൺവീനർ പറഞ്ഞത് സ്കൂളുകൾ സെലക്ട് ചെയ്യാൻ, ഏതൊക്കെ സ്കൂൾ വേണമല്ലോ, ഒരു ബ്ലോക്കിൽ നിന്ന് 2 എടുക്കണമല്ലോ. കഴിഞ്ഞ 1 വർഷമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇപ്പൊ പാർലമെന്റിൽ കൊടുത്ത മറുപടിയിലും ഈ രാജ്യത്തുള്ള ഇത്തരം വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നവരുടെ എല്ലാ ഭാഗത്തു നിന്ന് കൃത്യമായ നിലപാട് എന്താണ് PMC എന്ന് ഇന്ന് നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ എന്തിനാ കമ്മിറ്റി വെക്കുന്നത്? ഇത് ആളുകളുടെ കണ്ണിൽ ലിറ്ററലി പറയുകയാണ്, പൊടിയിടുക പൊടിയിടുക പൊടിയിടുക. ഇനി ഇത് വലിച്ചെറിയും, ഇത് തകർക്കും എന്ന് പറഞ്ഞിട്ട് അതിനെ വാരി വിഴുങ്ങുകയാണ് ഇപ്പോ KM ഷാജി. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? എന്നിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് പത്രക്കാരെ മടക്കുക. നാണവും മാനവും ഇല്ലാത്ത നിലപാടിലേക്ക് നിങ്ങൾ പോയിരിക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇതൊന്നും നടപ്പിലാക്കുകയോ നടപ്പാതിരിക്കുകയോ ചെയ്യട്ടെ, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾ LDF-നെതിരായിട്ട് മൈനോറിറ്റിയെ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഒരു ആക്ഷേപം മാത്രമാണത്. ഞങ്ങൾക്ക് PMC-യോട് എതിർപ്പില്ല, ഞങ്ങൾ അത് തുടരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ തുടർന്നോ, നമുക്ക് തർക്കമില്ല. തീർച്ചയായും.